ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്തിക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഏവൻഗേലിയോൻ വേദഭാഗം. ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ ജീവന്റെ അപ്പം എന്ന വലിയ ആത്മീയ സന്ദേശത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഭാഗത്തിന് മുമ്പ് 2 പ്രധാന അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഒന്ന്, യേശു വെള്ളത്തിന്മേൽ നടന്നതും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും. യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്നിട്ട് ജനങ്ങൾ യേശുവിനെ വീണ്ടും കണ്ടെത്തി. അവർ യേശുവിനോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഗുരു, അങ്ങ് എപ്പോഴാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. യേശു അതിന് ഉത്തരമായിട്ട്, ഞാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അന്വേഷിക്കുന്ന അത്ഭുതം കണ്ടതുകൊണ്ടല്ല, പ്രത്യുത അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ്. ഈ ഭാഗം മനുഷ്യൻ ലോകത്തിൽ അന്വേഷിക്കുന്ന താൽക്കാലിക സന്തോഷങ്ങളെയും യേശുവിൽ ലഭിക്കുന്ന നിത്യജീവിതത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. യേശു അവരെ പഠിപ്പിക്കുന്നത് ഭൗതികമായ അപ്പം ശരീരത്തെ മാത്രം തൃപ്തിപ്പെടുത്തുമ്പോൾ ആത്മീയ അപ്പം ആത്മാവിനെ നിത്യമായി തൃപ്തിപ്പെടുത്തും. ആ അപ്പം യേശുക്രിസ്തുവാണെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഒന്നാമത്തെ ചിന്ത, ദ ഡിവൈൻ വിഷൻ റിവീലിംഗ് ഇന്റൻഷൻസ്. ഹൃദയ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവിക ദൃഷ്ടി. യേശു അവരോട് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായെന്ന് അന്വേഷിക്കുന്ന സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, ഈ വാക്യത്തിൽ യേശു ജനക്കൂട്ടത്തിന്റെ ആന്തരിക ചോദനയെ പരസ്യമായി വെളിപ്പെടുത്തുകയാണ്. ജനങ്ങൾ ചോദിച്ച ബാഹ്യമായ ചോദ്യത്തിന് മറുപടി നൽകുന്നത് പകരം അവരുടെ ഹൃദയത്തിലെ നിഗൂഢ ചിന്തകൾക്കാണ് യേശു ഉത്തരം നൽകുന്നത്. മനുഷ്യൻ പുറമേ പ്രകടിപ്പിക്കുന്ന ഭക്തിക്ക് പിന്നിലെ സ്വാർത്ഥതയെ തിരിച്ചറിയുന്ന ദൈവിക ജ്ഞാനത്തെയും മനുഷ്യന്റെ ആത്മാവിനെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ ദൃഷ്ടിയുമാണ് ഈ വചനം കാണിക്കുന്നത്. സ്വർണ്ണനാവുകാരൻ ഈവാനിയോസ് പറയുകയാണ്, ക്രിസ്തു മനുഷ്യന്റെ വാക്കുകളെയല്ല, അവ പുറപ്പെടുന്ന ഹൃദയത്തിന്റെ ആഴങ്ങളെയാണ് നോക്കുന്നത്. അവൻ അതരങ്ങളുടെ ഭക്തിയല്ല, ആത്മാവിന്റെ വിശ്വസ്തതയാണ് നടക്കുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഇവിടെ അവരുടെ മനസ്സിനെ അറിയുകയാണ്. പലപ്പോഴും നമ്മളുടെ വിചാരം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറമെ ഭക്തി നടിക്കുകയും ഉള്ളില് ദൈവവിരുദ്ധമായിട്ടുള്ള ചിന്തകളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ മനസ്സിനെ വായിച്ചറിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. നമ്മൾ എന്ത് ചിന്തിച്ചാലും അത് അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. മനുഷ്യൻ പലപ്പോഴും ഭക്തിയുടെ മുഖംമൂടി അണിഞ്ഞാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ലൗകിക ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആത്മാർത്ഥത ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നിർമ്മലമായ ഭക്തിയോടെ അവനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ചിന്ത, ആവർത്തിക്കപ്പെടുന്ന സത്യത്തിന്റെ ദൈവിക പ്രഖ്യാപനം, ദ ഡിവൈൻ ഡിക്ലറേഷൻ ഓഫ് ഡബിൾ ട്രൂത്ത്. യേശുവിടെ പറയുന്ന സത്യമായിട്ടും എന്ന ഇരട്ട പ്രഖ്യാപനം നടത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ് ഈ ശൈലി. വെളിപ്പെടുത്താൻ പോകുന്ന സത്യത്തിന്റെ അത്യധികമായ പ്രാധാന്യത്തെയും അതിലെ ദൈവിക അധികാരത്തെയുമാണ് കാണിക്കുന്നത്. മാറ്റമില്ലാത്തതും ശാശ്വതവുമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ മനുഷ്യഹൃദയങ്ങളിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഈ പദപ്രയോഗം നടത്തുന്നത്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ കൂറിലോസ് പറയുകയാണ്, യേശുക്രിസ്തു സത്യമായി എന്ന് അരുളി ചെയ്യുമ്പോൾ അവൻ പ്രപഞ്ചത്തിന്റെ പരമാധികാരിയായി നിന്ന് വിധി പ്രഖ്യാപിക്കുകയാണ്. ആ വചനങ്ങൾക്ക് മുന്നിൽ സംശയങ്ങൾക്ക് സ്ഥാനമില്ല. ജനങ്ങൾ ഭൗതികമായ ചിന്തകൾ മുഴുകിയിരുന്നപ്പോൾ അവരെ ആത്മീയ ജാഗ്രതയിലേക്ക് കൊണ്ടുവരുവാൻ യേശു തന്റെ ദൈവിക അധികാരം ഉപയോഗിച്ചു. ക്രിസ്തുവിന്റെ വാക്കുകൾ കേവലം ഉപദേശങ്ങളല്ല, അവ നിത്യസത്യങ്ങളാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവവചനത്തിന്റെ അചഞ്ചലമായ സത്യത്തെ മുറുകെ പിടിക്കാൻ ഈ ചിന്ത നമ്മെ പ്രേരിപ്പിക്കുകയാണ്. യേശുക്രിസ്തു 2 പ്രാവശ്യം സത്യമായിട്ടെന്ന പ്രഖ്യാപനം മനുഷ്യന്റെ ലൗകിക മനോഭാവത്തിന് നേരെയുള്ള ശക്തമായ താക്കീതാണ്. താൽക്കാലികമായ ഭ്രമങ്ങളിൽ നിന്ന് മാറി നിത്യമായ സത്യത്തെ ദർശിക്കാൻ നമ്മെ ഇത് സഹായിക്കും. മൂന്നാമത്തെ ചിന്ത, അന്വേഷിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം, ദ ട്രൂ റീസൺ ഫോർ സീക്കിംഗ്. ദൈവത്തെ അവർ അന്വേഷിക്കുകയാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കർത്താവ് ഇവിടെ അവരന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എന്താണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. നമ്മളെ ഒരാൾ അന്വേഷിക്കുമ്പോൾ, നമ്മളെ ഒരാൾ തേടി വരുമ്പോൾ, നമ്മളോടൊരാൾ പെട്ടെന്ന് അടുപ്പം കാണിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്, അതെയോ നമ്മളെ ആത്മാർത്ഥമായി കരുതുവാനും സ്നേഹിക്കുവാനും വേണ്ടിയാണോ? നമ്മളുടെ ബന്ധങ്ങളെയൊക്കെ നാം വളരെയധികം പരിശോധിക്കേണ്ട ഒരു ചിന്ത കൂടിയാണ്. ഇന്ന് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, അറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ തേടി പല ബന്ധങ്ങൾ വരുമ്പോൾ, നമ്മളെ തേടി പല കാര്യങ്ങളും വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ക്രിസ്തുവിനറിയായിരുന്നു. പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് അനുവാദം ചോദിച്ചിട്ട് വേണം ഓരോ ബന്ധങ്ങളിലേക്കും കടന്നു ചെല്ലുവാൻ. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം ഓരോ ബന്ധങ്ങൾ. നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ബിസിനസ് ഡീലുകൾ, നമ്മളുടെ ജോലി മേഖലകളുടെ കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കണം നമ്മളുടെ ഓരോ ബന്ധങ്ങളും. യേശുക്രിസ്തുവിൻ്റെ അവർ തേടി വന്നതിൻ്റെ ഉദ്ദേശം ക്രിസ്തു കൃത്യമായിട്ട് തിരിച്ചറിയുക. പക്ഷെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നമ്മളെ തേടി വരുന്നവരെ, നമ്മളോട് അടുക്കുന്നവരെ. അങ്ങനെ ആയിരിക്കരുത്. നമ്മളെ അടുക്കുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവരുടെ ഉദ്ദേശം എന്താണെന്നോ നമുക്കറിയില്ല, പക്ഷെ കർത്താവിനറിയാം. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയേണ്ടതിന് യേശുവിൻ്റെ സഹായം നമ്മൾ ആവശ്യപ്പെടും. നാലാമത്തെ ചിന്ത, വേൾഡ്ലി പ്ലഷേഴ്സ് കനോട്ട് ഫുള്ളി സാറ്റിസ്ഫൈ. ലോക സുഖങ്ങൾ പൂർണ്ണ തൃപ്തി നൽകുകയില്ല. ഇതാ, അപ്പം കഴിച്ചതിന് ശേഷം അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് അവർ വീണ്ടും അന്വേഷിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ അപ്പങ്ങൾക്കെല്ലാം താൽക്കാലിക തൃപ്തി വരുത്തുവാനായിട്ടാണ് സാധിക്കുക. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന അപ്പം അത് എക്കാലവും തൃപ്തി വരും. ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം അതിനൊന്നും ഒരു തൃപ്തി ഉണ്ടാവുകയില്ല. ഇന്ന് ജനം മുഴുവൻ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവിടെ കൃത്യമായിട്ട് നൽകുകയാണ്, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകുകയില്ല, മറിച്ച് ദൈവത്തിൻ്റെ സുഖങ്ങൾക്ക് മാത്രമേ പരിപൂർണ തൃപ്തി നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ സന്തോഷം മാറിപ്പോകും, എന്നാൽ ദൈവസാന്നിധ്യത്തിലെ സന്തോഷം നിലനിൽക്കും. അതുകൊണ്ട് ദൈവസാന്നിധ്യത്തിലെ സന്തോഷത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അഞ്ചാമത്തെ ചിന്ത, റെക്കഗ്നൈസിങ് ദ സയൻസ്. അടയാളങ്ങളെ തിരിച്ചറിയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ അവൻ്റെ ദൈവത്വത്തിലേക്കുള്ള അടയാളങ്ങളായിരുന്നു. എന്നാൽ ജനങ്ങൾ അത്ഭുതത്തിന് പിന്നിലെ ദൈവത്തെ കാണാതെ ഭൗതിക ലാഭത്തെ മാത്രം നോക്കി. അനുദിന ജീവിതത്തിൽ ദൈവം നൽകുന്ന നന്മകളെ, അടയാളങ്ങളെ, അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളെയൊക്കെ നന്ദി പറയുകയും ദൈവം കാണിക്കുന്ന ചില വാണിംഗ് സയൻസ്, ചില സൂചന അടയാളങ്ങളെയൊക്കെ നാം തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ അടയാളങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഭൗതിക ലാഭത്തിനു വേണ്ടി മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളി അതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു, പ്രാർത്ഥനാലയങ്ങൾ അതിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുന്നു, നമ്മുടെ കൂട്ടായ്മ യോഗങ്ങളൊക്കെ അതിൻ്റെ കേന്ദ്രമാക്കി മാറ്റുന്നു. ഭൗതിക ലാഭത്തെ നോക്കിക്കൊണ്ട് അടയാളങ്ങളെ, കർത്താവിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയുന്നില്ല, മറിച്ച് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും നമ്മളായിരിക്കരുത്. ഭൗതിക നേട്ടത്തിന് വേണ്ടി ആയിരിക്കരുത്. ജനങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം പ്രധാനമായിരുന്നു, എന്നാൽ അതിലൂടെ എന്താണ് ദൈവം പഠിപ്പിക്കുന്നതെന്ന് അവർ ചിന്തിച്ചില്ല. ഇന്ന് പലരും ദൈവത്തെ അന്വേഷിക്കുന്ന അനുഗ്രഹങ്ങൾക്കാണ്. ജോലി, ആരോഗ്യം, സമ്പത്ത്, IELTS, OET, കാനഡ, അല്ലെങ്കിൽ വിദേശ രാജ്യം, ഓസ്ട്രേലിയ, മറ്റ് രാജ്യങ്ങളിൽ കടന്നു ചെല്ലുക, സാമ്പത്തിക സുരക്ഷ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നല്ലതാണെങ്കിൽ അതിൽ മാത്രം നിൽക്കാതെ ദൈവത്തോടുള്ള ബന്ധം വളർത്തേണ്ടത് അനിവാര്യമാണ്. അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹദായകനെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആറാമത്തെ ചിന്ത, സീയിങ് ദ മിറക്കിൾ ബട്ട് മിസ്സിംഗ് ദ മശിഹ. അത്ഭുതം കാണുമ്പോഴും രക്ഷകനെ തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്, ഭൗതികമായ ആവശ്യങ്ങൾ മാത്രം മുൻനിർത്തി ജീവിക്കുമ്പോൾ ആത്മീയ സത്യങ്ങൾ കാണാൻ കഴിയാതെ പോവുകയാണ്. യേശുവിനെ ഒരു അത്ഭുത പ്രവർത്തകനായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പലയിടത്തും ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും പള്ളികളിലും ഒക്കെ കാണുന്നത്. അത് ആത്മീയ അന്ധതയാണ്. രക്ഷകനായ യേശുവിനെ വ്യക്തിപരമായി തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അത് കൂദാശകളിലൂടെ, ദൈവികമായ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചെന്ന പാരമ്പര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു ഇത് തന്നെയാണ്.
ഏഴാമത്തെ ചിന്ത, ഫോളോയിങ് ജീസസ് ഓൺലി ഫോർ പേഴ്സണൽ ഗെയിൻ. വ്യക്തിപരമായ ലാഭത്തിനായി മാത്രം യേശുവിനെ പിന്തുടരുക. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സ്വന്തം വിശപ്പ് തീർന്നപ്പോഴായിരുന്നു അവർ യേശു രക്ഷകനായ ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് വിശപ്പ് മാറ്റുന്ന ഒരാളാക്കി കാണുകയാണ്. അതായത് അവനവൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി മാത്രം യേശുവിനെ ഉപയോഗിക്കുന്ന ഒരു സ്വാർത്ഥതയാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. യഥാർത്ഥ ഭക്തി ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നതിനുമാണ് അടങ്ങിയിരിക്കുന്നത്. ഭൗതിക നേട്ടങ്ങളില്ലാത്തപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. ഈ കാലഘട്ടങ്ങളിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണമുണ്ടാക്കുവാൻ, പ്രൗഢി ലഭിക്കുവാനായിട്ട് ഇതിനൊക്കെ വേണ്ടി യേശുവിനെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ ആയിരിക്കരുത്. സ്വാർത്ഥതയുടെ ആത്മീയതയാണ്, സെൽഫിഷ് സ്പിരിച്വാലിറ്റി. ഈ കാലഘട്ടം വെച്ച് നീട്ടുന്ന ഏറ്റവും ഭീകരമായൊരു പ്രതിസന്ധിയാണ് സെൽഫിഷ് സ്പിരിച്വാലിറ്റി, സ്വാർത്ഥതയുടെ ആത്മീയത. അത് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനെന്ന ഭാവം വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് ക്രിസ്തുവിനെ കളങ്കമില്ലാതെ സ്നേഹിക്കുവാൻ സാധിക്കണം. എട്ടാമത്തെ ചിന്ത, സ്പീക്കിംഗ് ദ ട്രൂത്ത് വിത്തൗട്ട് കോംപ്രമൈസ്. വിട്ടുവീഴ്ചയില്ലാതെ സത്യം സംസാരിക്കും. ഇവിടെ യേശുക്രിസ്തു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സത്യം സംസാരിക്കുകയാണ്. ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് യേശു ശ്രമിച്ചില്ല, പകരം അവരുടെ തെറ്റായ ചിന്താഗതിയെ തിരുത്തുകയാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിക്കുമ്പോൾ മുഖസ്തുതി ഒഴിവാക്കണം. എനിക്കായി കെണികളെ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ തന്നെ കാത്തുകൊള്ളണമേ എന്ന് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഓരോ യാക്കോബായക്കാരനും മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്കായി സ്നേഹത്തോടെയുള്ള തിരുത്തലുകൾ നൽകാൻ കഴിയുന്നവനായിരിക്കണം. ഈ കാലഘട്ടങ്ങളിൽ മുഖസ്തുതിയുടെ കാലഘട്ടമാണ്. ഈ മുഖസ്തുതിയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് നമുക്ക് നിൽക്കുന്നത്. മെത്രാപ്പോലിത്തെ മുഖസ്തുതി പാടുന്നു, വൈദികരെ മുഖസ്തുതി പാടുന്നു, സമൂഹത്തിൽ ഉന്നതരുള്ളവരെ പണക്കാരെ മുഖസ്തുതി പാടുന്നു. ക്രിസ്തു അങ്ങനെയൊന്നും ചെയ്തില്ല. ക്രിസ്തു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വന്നിട്ട് പറയുകയാണ്, അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് അവരുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇത് ആണ് ചെയ്തത്, അല്ലാതെ അവരെ സുഖിപ്പിക്കുവാനായിട്ട് പോയില്ല. നമ്മളും അങ്ങനെയായിരിക്കണം. ഓരോ പ്രസംഗകൻ എങ്ങനെയായിരിക്കണം, ഓരോ വൈദികൻ എങ്ങനെയായിരിക്കണം, ഓരോ ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ഓരോ പള്ളിയുടെ ചുമതലകൾ വഹിക്കുന്നവരെങ്ങനെയായിരിക്കണം, ഓരോ വിശ്വാസിയും അങ്ങനെയായിരിക്കണം. ഒമ്പതാമത്തെ ചിന്ത പറയുകയാണ്, ഫ്രം മിയർ ഫോളോവേഴ്സ് ടു ട്രൂ ഡിസൈപ്പിൾസ്. വെറും അനുയായികളിൽ നിന്ന് യഥാർത്ഥ ശിഷ്യന്മാരാവുക. ഇവിടെ ലാഭേച്ഛയോടെ യേശുവിനെ വളഞ്ഞ വലിയൊരു ജനക്കൂട്ടമായിരുന്നു അവിടെ ഉണ്ടായത്. അന്ധമായ ജനക്കൂട്ടത്തെ പിന്തുടർന്ന ആചാരപരമായ ക്രിസ്ത്യാനികളാകരുത്. യേശുവുമായിട്ടുള്ളൊരു ആഴമേറെ ബന്ധമുള്ള യഥാർത്ഥ ശിഷ്യന്മാരായി മാറുകയാണ് നമ്മുടെ ലക്ഷ്യം. ജനക്കൂട്ടം പല രീതിയിലും പല സ്റ്റൈലിലുമൊക്കെ പോകുകയാണ്. ജനക്കൂട്ടം യേശുവിനെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ്. അവരെല്ലാം ശിഷ്യന്മാരായിരുന്നില്ല. പലരും അവനെ പിന്തുടരുന്ന ആത്മീയ സത്യത്തിനല്ല, ഭൗതിക ലാഭത്തിനും അത്ഭുതങ്ങൾക്കും വേണ്ടിയായിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ പലരും ക്രിസ്തീയ ജീവിതത്തിൽ ചിലരൊക്കെ ആചാരങ്ങളിലും കൂട്ടച്ചടങ്ങുകളിലൊക്കെ ഒതുങ്ങിപ്പോവുകയാണ്. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. യഥാർത്ഥ ശിഷ്യത്വം യേശുവായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമായിരിക്കണം. ജനക്കൂട്ട സാഹചര്യത്തിനനുസരിച്ച് മാറും. എന്നാൽ യഥാർത്ഥ ശിഷ്യൻ പരീക്ഷണങ്ങളിലും കഷ്ടതകളിലും പോലും ക്രിസ്തുവിനോടൊപ്പം നിൽക്കും. ജനക്കൂട്ടത്തെ അന്ധമായി പിന്തുടരുന്ന വിശ്വാസികളാകാതെ യേശുവുമായി ആഴമുള്ള ബന്ധമുള്ള യഥാർത്ഥ ശിഷ്യന്മാരായി മാറണം. പത്താമത്തെ ചിന്ത, സിൻസിയർ സീക്കിംഗ്. ആത്മാർത്ഥമായ അന്വേഷണം. ഭൗതികമായ വിശപ്പ് മാറിക്കഴിയുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നവർ ഒരിക്കലും ആകരുത് നമ്മൾ. ഇന്ന് പലരും അങ്ങനെയാണ്. അവനവൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ യേശുവിനെ മാറ്റിക്കളയുന്നൊരവസ്ഥ. നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കുവാൻ വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുവാനായിട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, നമ്മളൊരു സ്ഥലം വിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി മാറുവാനായിട്ട്. അത് മാറിക്കഴിയുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. ഭൗതികമായ വിശപ്പ് മാറുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് ഒരിക്കലും പോകരുത്. ദൈവത്തെ അവൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി മാത്രം അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് നാം വളരണം. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ മുറുകെ പിടിക്കുവാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്ന ആവശ്യ സമയങ്ങളിൽ മാത്രമായിരിക്കും. പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നാൽ പ്രാർത്ഥന ശക്തമാകും.
അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ കാണും. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. ദൈവസന്നിധിയിലേക്ക് താൽക്കാലിക ആവശ്യങ്ങൾക്ക് മാത്രമായി ദൈവത്തെ അന്വേഷിക്കാതെ അവൻ്റെ സാന്നിധ്യത്തിനായി ദാഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി നാം മാറേണ്ടിയിരിക്കുന്നു. 11ാമത്തെ ചിന്ത പറയുകയാണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-27 വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, പിന്നെയോ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുന്നതായ നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. പിതാവ് ഇതിനായി അവനെ മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, 11ാമത്തെ ചിന്ത, ദ പെരിഷബിൾ ഫുഡ്, നശ്വരമായ ആഹാരം. യേശുക്രിസ്തു ഇവിടെ 2 തരത്തിലുള്ള ആഹാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ആഹാരങ്ങൾ. അതിനെ താരതമ്യം ചെയ്യുകയാണ്. ഈ ലോകത്തിലെ സകല സമ്പത്തും ആഹാരവും ഒരു നാൾ നശിച്ചു പോകുന്നവയാണ്. അവയ്ക്ക് വേണ്ടി മാത്രം ആയുസ് മുഴുവൻ കളയുന്ന ബുദ്ധിശൂന്യതയാണ്. അനുദിന ജീവിത ആവശ്യങ്ങൾക്കായി അധ്വാനിക്കുമ്പോഴും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമായി മാറണം. സ്വർണ്ണനാവുകാരനായ ഈവാനിയോസ് പറയുകയാണ്, ഭൂമിയിലെ നിക്ഷേപങ്ങൾക്കായി നീ രാത്രിയും പകലും കഷ്ടപ്പെടുന്നു, എന്നാൽ അവയൊന്നും മരണത്തിനപ്പുറം കൂടെ വരികയില്ല. നിത്യമായ ആഹാരത്തിന് അധ്വാനിക്കുക, അത് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഭൗതിക ജീവിതം സുരക്ഷിതമാക്കാൻ അഹോരാത്രം പ്രയത്നിക്കുകയാണ്. എന്നാൽ ഈ ആവേശം ആത്മീയ കാര്യങ്ങളിൽ കാണിക്കുന്നില്ല. ലൗകിക അധ്വാനത്തെക്കാൾ ആത്മീയ ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകാൻ ഈ ചിന്ത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മുൻഗണനകൾ ദൈവഹിതത്തിനനുസരിച്ച് മാറ്റണം. അതിനുവേണ്ടി നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. 12ാമത്തെ ചിന്ത, ഫുഡ് ഫോർ എറ്റേണൽ ലൈഫ്, നിത്യജീവന്റെ ആഹാരം. നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരം അതേതാണ്? വിശുദ്ധ കുർബാനയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കണമെന്ന് പറയുകയാണ്. ശരീരത്തെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പരിപാലിക്കുന്നതാണ് വിശുദ്ധ കുർബാന. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തണം, അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. ദേവാലയത്തിൽ പോകണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കാതെ നാം പോരരുത്. വിശുദ്ധ കുർബാനയുമായിട്ടുള്ളൊരു വലിയ ബന്ധം നമുക്കുണ്ടായിരിക്കണം. അത് ആത്മാവിന് പോഷണം നൽകുന്ന ഭക്ഷണമാണ്, നിത്യജീവന്റെ ആഹാരമാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയോടുള്ള ബന്ധം നമുക്ക് എങ്ങനെയാണ്? ആ ബലിപീഠത്തോടുള്ള ബന്ധം നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 13ാമത്തെ ചിന്ത, മുൻഗണനകൾ നിശ്ചയിക്കുക, സെറ്റിംഗ് പ്രയോറിറ്റീസ്. ഇവിടെ യേശു പറയുന്ന ഒരു മുൻഗണനയുണ്ട്. നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, പിന്നെയോ മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരുന്ന നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണെന്ന് പറയുകയാണ്. ജീവിതത്തിൽ എന്തിനാണ് നാം 1ാം സ്ഥാനം നൽകെടുക്കേണ്ടത്? അത് ഈ വാക്യം നമ്മളെ കൃത്യമായൊരു ഉത്തരം നൽകുകയാണ്. കരിയറിനും പണത്തിനും നമ്മുടെ സുഖസുഷിപ്തിക്കും വേണ്ടി നമ്മൾ സമയം ചെലവിടുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിനും നീതിക്കും മുൻഗണന നൽകണം. ശരിയായ മുൻഗണനകൾ നമ്മുടെ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കി മാറ്റും. 14ാമത്തെ ചിന്ത, പിതാവിന്റെ മുദ്ര, ദ സീൽ ഓഫ് ദി ഫാദർ. പിതാവ് ഇതിനായി അവനെ മുദ്ര കുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ പിതാവായ ദൈവം അംഗീകരിച്ച് മുദ്രയിട്ടിരിക്കുന്നു വ്യക്തമാക്കുമ്പോൾ യേശുവിൻ രക്ഷ സത്യമാണെന്നതിന്റെ ഉറപ്പാണ്. ഈ രക്ഷ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? വിശുദ്ധ മാമോദീസയിലൂടെ ദൈവത്തിന്റെ മുദ്ര നാം സ്വീകരിച്ചതാണ്. ആയതുകൊണ്ട് ക്രിസ്തുവിന് ചേർന്ന വിധത്തിൽ നാം ജീവിക്കണം. നമ്മെപ്പോലെ അവനായി വന്നു, അവനെപ്പോലെ നാം ആകുവാനായിട്ട് നാം ശ്രമിക്കണം. ക്രിസ്തുവിനോളം വളരണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ക്രിസ്തുവാകുന്ന തല, അതിനോടൊപ്പം നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ പോലെ ആവുവാനാണ്. അത് നമുക്ക് ലഭിച്ചത് മാമോദീസയിലൂടെ ദൈവത്തിൻ്റെ മുദ്ര ലഭിച്ചു. ആ മുദ്രയെ നാം മാച്ചു കളയാനായിട്ട് ശ്രമിക്കരുത്. ക്രിസ്തുവിനോട് ചേർന്ന് നാം ജീവിക്കണം. 15ാമത്തെ ചിന്ത, 28ാമത്തെ വാക്യം, അവർ തന്നോട് ദൈവത്തിന്റെ പ്രവർത്തികൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതേ 15ാമത്തെ ചിന്ത, വർക്ക്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പ്രവർത്തികൾ. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യാനുള്ള ആഗ്രഹം ജനങ്ങളിലുണ്ടായി. ക്രിസ്ത്യാനികളായ നാമും അനുദിനം ദൈവപ്രവർത്തികൾ ചെയ്യുവാനുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായതായിരുന്നു. അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, ഇന്ന് ഈ ഒരു ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഞാൻ എന്താണ് ചെയ്തത്? മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തെ ഒരു പ്രകടമാക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം എങ്ങനെ നയിക്കാമെന്നറിയാൻ അവര് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ വിശ്വാസ ജീവിതം വെറും ആചാരങ്ങളിലോ വാക്കുകളിലോ ഒന്നും ഒതുങ്ങുന്നതല്ല, മറിച്ച് ദൈവികത അനുസരിച്ച് ജീവിക്കുന്നതിലാണ്. ഇന്ന്
ഓരോ ക്രിസ്ത്യാനിയും സ്വയം ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: എൻ്റെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവമഹത്വത്തിനാണോ? എൻ്റെ സ്നേഹവും സേവനവും സ്നേഹവും വിശ്വാസവും ക്രിസ്തുവിനെ പ്രതിഫലിക്കുന്നു. മനുഷ്യരുടെ പ്രശംസയ്ക്കല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ആയിരിക്കേണ്ടത്. 16-ാമത്തെ ചിന്ത ആത്മീയ വഴി നടത്തൽ, സ്പിരിച്വൽ ഗൈഡൻസ്. ജനങ്ങൾ യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുവിനോട് വഴി കാട്ടിത്തരുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. ജീവിതത്തിൽ സംശയങ്ങളും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. അവിടുത്തെ വചനം നമ്മുടെ പാതകൾക്ക് വെളിച്ചമായിരിക്കും. മറ്റ് വഴികളിലേക്കൊന്നും പോകരുത്. സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. ചോദ്യം ആത്മീയ വഴി നടത്തലുള്ള മനുഷ്യന്റെ ആന്തരിക ദാഹത്തെ കാണിക്കുകയാണ്. ജീവിതത്തിൽ എന്താണ് ശരി, എന്താണ് ദൈവഹിതം, എങ്ങനെ ജീവിക്കുന്നറിയാൻ അവർ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ പ്രതിസന്ധികളും സംശയങ്ങളും നിറഞ്ഞ നിമിഷങ്ങളിൽ കുടുംബ പ്രതിസന്ധി, ജോലി സംബന്ധമായ ആശങ്കകൾ, ആത്മീയ സംഘർഷങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം തുടങ്ങിയവ, അത്തരത്തിലുള്ള സമയങ്ങളിൽ ലോകത്തിൻ്റെ ശബ്ദത്തേക്കാൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടത് അനിവാര്യമാണ്. ദൈവത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ച് പോവുക, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വരിക. 29-ാമത്തെ വാക്യം പറയുകയാണ്, യേശു ഉത്തരമായവരോട് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നത് ഇതാകുന്നു, അതായത് താൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നുമാണ്. 17-ാമത്തെ ചിന്തയും അത് തന്നെയാണ്. വിശ്വാസമാണ് പ്രധാന പ്രവൃത്തി. ഫെയ്ത്ത് ഈസ് ദ കീ വർക്ക്. ദൈവം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രവൃത്തി യേശുക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. നമ്മൾ വലിയ നേർച്ചകൾ നടത്തുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ ക്രിസ്തുവിൽ വിശ്വാസം വളരെ കുറവാണ്. യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വാസത്തിൽ നിന്നാണ് എല്ലാ പ്രവൃത്തികളും പുറപ്പെടുന്നത്. യേശുവിനെ അന്ധമായി വിശ്വസിക്കുക, യേശുവിനെ അളവില്ലാതെ വിശ്വസിക്കുക, യേശുവിനെ കറയില്ലാതെ വിശ്വസിക്കുക. വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരണം. വിശ്വാസമാണ് പ്രധാന പ്രവൃത്തി. അവിശ്വാസം നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. എങ്കിൽ ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം പോകാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നാം ധീരത കാണിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകും. വിശ്വാസം ഒരിക്കൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല, അത് അനുദിനം വളരേണ്ടതാണ്. പ്രതിസന്ധികൾ കൊടുങ്കാറ്റായി അടിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം താർന്നു പോകാതെ സൂക്ഷിക്കണം. കർത്താവ് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 30-ാമത്തെ വാക്യം പറയുകയാണ്, അവർ തന്നോട് ഞങ്ങൾ കണ്ട് അങ്ങയിൽ വിശ്വസിക്കാൻ അങ്ങ് എന്ത് അത്ഭുതം പ്രവർത്തിക്കും, എന്ത് അടയാളം കാണിക്കും. ഇതാ 18-ാമത്തെ ചിന്ത, വീണ്ടും അടയാളങ്ങൾ ചോദിക്കൽ, ആസ്കിങ് ഫോർ മോർ സയൻസ്. 5000 പേരെ പോഷിപ്പിച്ച വലിയ അത്ഭുതം കണ്ടിട്ട് ജനങ്ങൾ വീണ്ടും വീണ്ടും അടയാളങ്ങൾ ആവശ്യപ്പെടുകയാണ്. മനുഷ്യന്റെ അതൃപ്തിയുടെയും അവിശ്വാസത്തിൻ്റെ ലക്ഷണമാണിത്. ദൈവം ഈ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെയും മറന്ന് വീണ്ടും വീണ്ടും അത്ഭുതങ്ങളുടെ പുറകെ നാം പോകരുത്. തെളിവുകൾ ചോദിക്കുന്നവരാകരുത്. നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ എത്രയധികം നടക്കില്ല 100% തള്ളിക്കളഞ്ഞ കാര്യങ്ങൾ അത്ഭുതകരമായി അതിശയകരമായി ദൈവം വഴി നടത്തിയില്ലേ? ആയതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചേർന്നിരുന്ന് നാം ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ വഴി നടത്തുന്നവനാണ്. അവനെ മാത്രം വിശ്വസിക്കുക. അതൃപ്തിയുടെയും അവിശ്വാസത്തിൻ്റെയും ലക്ഷണങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൃപ്തിയുടെയും വിശ്വാസത്തിൻ്റെയും വക്താക്കളായി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്തു വരാം. 19-ാമത്തെ ചിന്ത, കാഴ്ചയും വിശ്വാസവും, സൈറ്റ് ആൻഡ് ഫെയ്ത്ത്. കണ്ടു മാത്രം വിശ്വസിക്കാനാണ് ജനങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ കണ്ട് നിന്നിൽ വിശ്വസിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ജനങ്ങൾ കണ്ട് വിശ്വസിക്കാനാണ് താല്പര്യം. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറയുകയാണ്. ബാഹ്യമായ തെളിവുകൾക്കായി കാത്തിരിക്കാതെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ ശീലിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ഇന്ന് അത്ഭുതങ്ങളുടെ പുറകെ പോവുകയാണ്. വലിയൊരു അത്ഭുതങ്ങൾ നടക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ, വലിയൊരു അത്ഭുതങ്ങൾ നടക്കുന്ന ദേവാലയത്തിൽ അങ്ങോട്ടൊക്കെ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു അവർക്കൊക്കെയുള്ള മറുപടിയാണ് പറയുന്നത്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ കാണാതെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് ക്രിസ്തു പറയുന്നത്. 20-ാമത്തെ ചിന്ത, ദൈവം ചെയ്ത മുൻകാല അത്ഭുതങ്ങളെ മറക്കുക. ഫോർഗെറ്റിംഗ് ഗോഡ്സ് പാസ്റ്റ് മിറക്കിൾസ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുകയും അനേകം അത്ഭുതങ്ങൾ കണ്ടു വളർന്ന ജനം വീണ്ടും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചോദിക്കുക. ഇതൊരു ഗൗരവമായ ഒരു ആത്മീയാവസ്ഥ കാണിക്കുകയാണ്. കുറച്ചു നേരം മുമ്പ് മാത്രം യേശു
അത്ഭുതം നടത്തി അവർ കണ്ടു. എന്നാൽ അതിൻ്റെ ഓർമ്മ പോലും അവർക്കില്ലാത്തതുപോലെ വീണ്ടും പുതിയ അടയാളങ്ങൾ ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ദൈവം നടത്തിയ വഴികൾ, നൽകിയ അനുഗ്രഹങ്ങൾ, അപകടത്തിൽ നിന്നുള്ള സംരക്ഷണം, പ്രാർത്ഥനകൾക്ക് നൽകിയ ഉത്തരം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. നന്ദിയില്ലാത്ത ഹൃദയം ആത്മീയ വളർച്ചയെ തടയുകയാണ്. എന്നാൽ കൃതജ്ഞതയുള്ള ഹൃദയം ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ സഹായിക്കുന്നു. ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്ന ദൈവത്തെ ശക്തിപ്പെടുത്തുകയും ഭാവിയിൽ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറക്കാതെ അവയെ ഓർത്ത് നന്ദിയോടെ ജീവിക്കണം. 21ാമത്തെ ചിന്ത, ഹ്യൂമൻ വാണ്ട്സ് നെവർ സീം ടു എൻഡ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അവസാനമില്ല. മനുഷ്യൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് കണ്ടു. പിന്നെയും പിന്നെയും അത്ഭുതങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സാധിക്കുമ്പോൾ അടുത്തതിനവൻ വീണ്ടും മുറവിളി കൂട്ടുകയാണ്. ഭൗതിക ആവശ്യങ്ങൾ തൃപ്തി കണ്ടെത്താൻ പഠിക്കുക എന്നത് ക്രിസ്തീയമായ ഒരു ഗുണമാണ്. ഇന്ന് പലർക്കും അതില്ലാത്ത ഒരവസ്ഥയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതേ സ്വഭാവം കാണും. കൂടുതൽ സമ്പത്ത്, അത് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സമ്പത്ത്, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ സുരക്ഷ, കൂടുതൽ അംഗീകാരം, ഇവയ്ക്കുള്ള ആഗ്രഹം തുടർച്ചയായി വളരുകയാണ്. ദൈവം നൽകിയതിൽ തൃപ്തി കാണാതെ എല്ലായ്പ്പോഴും കൂടുതൽ വേണമെന്ന മനോഭാവം ആത്മീയ സമാധാനം നഷ്ടപ്പെടുത്തും. യേശുക്രിസ്തു പഠിപ്പിക്കുന്ന തൃപ്തിയുടെ ആത്മീയ മൂല്യമാണ്. എല്ലാം ലഭിച്ചാൽ മാത്രമേ സന്തോഷം ഉണ്ടാകൂ എന്നല്ല, ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ് യഥാർത്ഥ സമാധാനം. ക്രിസ്തീയ ജീവിതത്തിൽ തൃപ്തി ഒരു പ്രധാന ഗുണമാണ്. ലഭിച്ചതിൽ നന്ദിയോടെ ജീവിക്കുക, അനാവശ്യമായ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുക, ദൈവം നൽകുന്നതിൽ വിശ്വാസം പുലർത്തുക. ഇതാണ് ആത്മീയ വളർച്ചയുടെ വഴി. എപ്പോഴും കൂടുതൽ ആവശ്യപ്പെടുന്ന മനോഭാവം ഒഴിവാക്കി ദൈവം നൽകിയതിൽ തൃപ്തിയും നന്ദിയും കാണിക്കാൻ നാം പഠിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-31 വാക്യം പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, അവൻ അവർക്ക് ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മരുഭൂമിയുടെ അവസ്ഥയിൽ 22ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ് മന്ന, മരുഭൂമിയിലെ അനുഭവം, ഡെസേർട്ട് എക്സ്പീരിയൻസ്. മരുഭൂമിയിലെ യാത്രയിൽ ദൈവം ഇസ്രായേൽ ജനത്തിന് മന്ന നൽകി പരിപാലിച്ചു. അത് അവർ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി സമാനമായ വരണ്ട അനുഭവങ്ങളിലും ദൈവം നമ്മെ വഴി നടത്തും. ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുക. ഒരുപക്ഷെ നിന്റെ ജീവിതം മരുഭൂമി അവസ്ഥ പോലെയാണെങ്കിലും നീ ഭാരപ്പെടേണ്ട, തകരേണ്ട. ദൈവം നിന്നെ കൈപിടിച്ചെടുത്തു. ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. 6-32 വാക്യം പറയാണ്, യേശുവരോട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അപ്പം തന്ന് മോശയല്ല, എന്നാൽ എൻ്റെ പിതാവ് സാക്ഷാൽ അപ്പം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നു. ഗോഡ് നോട്ട് മോസസ് ഇസ് ദ ഗിവർ. മോശയല്ല, ദൈവമാണ് ദാതാവ്. ഗോഡ് ഈസ് ദ ട്രൂ സോഴ്സ് ഓഫ് ഓൾ ബ്ലെസ്സിങ്സ്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ്. അതാണ് 23ാമത്തെ ചിന്ത പറയുന്നത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾക്ക് ചില നന്മയുടെ ഉറവിടങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ദൈവം നൽകുന്നതാണ് നാം തിരിച്ചറിയണം. വ്യക്തികൾ, നമ്മളെ വ്യക്തികളോട് സഹായിക്കുന്ന വ്യക്തികളോട് നന്ദി അത്യാവശ്യമാണ്. എന്നാൽ അവരെ മാത്രം ഉയർത്തി കാണിച്ച് ദൈവത്തെ മറക്കരുത്. ഒരു പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിച്ചെന്ന് വെച്ചാൽ ആ പള്ളിയല്ല നിന്റെ ദൈവം. ഒരു വൈദികൻ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു സുവിശേഷൻ പ്രാർത്ഥിച്ചപ്പോൾ നിനക്ക് അത്ഭുതം സംഭവിച്ചു. ആ വൈദികൻ, ആ സുവിശേഷകനല്ല യേശുക്രിസ്തു. നിന്റെ ദൈവം അവരല്ല. നിന്റെ ദൈവം കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന മനുഷ്യരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൈകളെ കാണാനാണ്. ഓരോ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും പ്രവർത്തിക്കുന്നു. മനുഷ്യരെ നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ എല്ലാ നന്മകളുടെയും യഥാർത്ഥ ദാതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവരിൽ ആശ്രയിക്കുകയും ചെയ്യണം. എല്ലാ അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ ഉറവിടം ദൈവമാകും. 24ാമത്തെ ചിന്ത നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ക്രൈസ്റ്റ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഓൾ സ്പിരിച്വൽ ഹങ്കർ. എല്ലാ ആത്മീയ വിശപ്പിനെയും നിറവേറ്റുന്ന ക്രിസ്തു. യഥാർത്ഥമായ അപ്പം നിഴലിന്റെ പൂർണ്ണതയാണ്. അതാണ് ക്രിസ്തു. മന്ന ശരീര വിശപ്പിനെ മാത്രമാണ് നിറച്ചത്, എന്നാൽ ക്രിസ്തു ആത്മാവിന്റെ വിശപ്പിനെ നിത്യമായി നിറയ്ക്കുന്നു. അതുകൊണ്ട് പഴയ അനുഭവങ്ങളിലോ ഭൗതിക അനുഗ്രഹങ്ങളിലോ മാത്രം തൃപ്തിപ്പെടാതെ ദൈവത്തിന്റെ യഥാർത്ഥമായ സാന്നിധ്യം തേടേണ്ടതാണ്. ഇന്ന് പലരും ആത്മീയ ജീവിതത്തിലെ നിഴലുകൾ മാത്രം പിന്തുടരുകയാണ്.
ഭൗതിക അനുഗ്രഹങ്ങൾ, പുറംഭാഗ അനുഭവങ്ങൾ. എന്നാൽ യഥാർത്ഥ വിശ്വാസം ക്രിസ്തുവുമായിട്ടുള്ള ജീവിക്കുന്ന ബന്ധത്തിലാണ്. അവനെ അറിയുക, അവനിൽ ജീവിക്കുക, അവൻ്റെ വചനം അനുസരിക്കുക. അതാണ് യഥാർത്ഥമായ ആത്മീയ പോഷണം. താൽക്കാലികമായ ആത്മീയ നിഴലുകളിൽ തൃപ്തിപ്പെടാതെ യഥാർത്ഥ അപ്പമായ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുവാൻ നമുക്ക് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. 33-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവത്തിൻ്റെ അപ്പം എന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നവൻ ആകുന്നുവെന്ന് പറഞ്ഞു. 25-ാമത്തെ ചിന്ത ഇതാണ്, സാർവത്രിക രക്ഷ, യൂണിവേഴ്സൽ സാൽവേഷൻ. ലോകത്തിന് ജീവൻ നൽകുന്നു. യേശു നൽകുന്ന രക്ഷ എല്ലാവർക്കും ലഭ്യമാണ്. ആരെയും മാറ്റി നിർത്താത്ത ദൈവസ്നേഹം നാം മറ്റുള്ളവരോട് കാണിക്കണം. സങ്കുചിത ചിന്താഗതികൾ വെടിഞ്ഞ് എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ ശീലിക്കണം. ആരെയും നമ്മൾ മാറ്റി നിർത്തരുത് ഒരു കാരണവശാലും. ദൈവസന്നിധിയിലേക്ക് നാം കൂടുതൽ അടുത്തു വരേണ്ടിയിരിക്കുന്നു. യേശു നൽകുന്ന രക്ഷ എല്ലാവർക്കും ലഭ്യമാണ്. ഇന്ന് ഓരോ വിശുദ്ധ കുർബാനകളിലും യാക്കോബായ സഭയിലെ പുരോഹിതൻ ബലിയർപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹം ചൊല്ലുന്ന പ്രാർത്ഥനയിലാണ്, സൃഷ്ടി മുഴുവനും വേണ്ടിയെന്ന സാർവത്രിക രക്ഷയാണ്. സൃഷ്ടിച്ചിട്ടുള്ള സകലത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ജനത്തെ ഒരുക്കുക, അതിനുവേണ്ടി സൃഷ്ടി ഒരുക്കുക എന്നുള്ളത് ഓരോ പുരോഹിതൻ്റെയും കടമയാണ്. ഓരോ ശുശ്രൂഷകൻ്റെയും ഓരോ വിശ്വാസിയുടെയും കടമയാണ്. 34-ാമത്തെ വാക്യം പറയുകയാണ്, അവർ തന്നോട്, ഞങ്ങളുടെ കർത്താവെ, ഈ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് പറയുന്നു. അതെ, 26-ാമത്തെ ചിന്ത, കോൺസ്റ്റന്റ് പെറ്റീഷൻ, നിരന്തരമായ അപേക്ഷ. കർത്താവ്, ഈ അപ്പം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുകയാണ്. ജനങ്ങൾ യേശുവിനോട് ആ അപ്പത്തിനായി യാചിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും ദൈവിക നന്മകൾക്കായി നിരന്തരം ഉള്ളതായിരിക്കണം. പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ എപ്പോഴും കർത്താവിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിരന്തരമായ അപേക്ഷകൾ നടത്തണം. ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടതകൾ രോഗം ഉണ്ടാകുമ്പോൾ നാം പതറിപ്പോകരുത്, മറുത്തു നിൽക്കരുത്. നിരന്തരമായി അത് മാറിപ്പോകുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി നിൽക്കുക. മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം. 27-ാമത്തെ ചിന്ത, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ് ഫോർ ലൈഫ്സ് നീഡ്സ്. ജീവിത ആവശ്യങ്ങൾക്ക് ദൈവത്തിൽ പൂർണ്ണ ആശ്രയത്വം. ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവരപേക്ഷിക്കുകയാണ്. ഈ വാക്കുകൾ മനുഷ്യന്റെ അടിസ്ഥാന ആത്മീയ അവസ്ഥ കാണിക്കും. സ്വയം എല്ലാം നേടാൻ കഴിയാത്തതിനാൽ ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല. അവർക്ക് ആവശ്യം തിരിച്ചറിഞ്ഞു, എന്നാൽ അത് നൽകാൻ കഴിയുന്ന യഥാർത്ഥ ഉറവിടം ദൈവമാണെന്ന് അവർ അംഗീകരിക്കുകയാണ്. സ്വയം നേടാൻ കഴിയാത്തത് നൽകാൻ ദൈവത്തോട് അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ബലം. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ഇന്ന് പലരും സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവ്, എൻ്റെ യോഗ്യത കൊണ്ട് നേടിയെടുത്തു, ഈ പള്ളി പണിത് ഞാനാണ്, ഈ കാര്യം ചെയ്തത് ഞാനാണ്, ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കാണ്. അങ്ങനെ ആയിരിക്കരുത്. ദൈവസന്നിധിയിലേക്ക് നാം ചേർന്ന് നിൽക്കണം. എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന് നാം തിരിച്ചറിയണം. 35-ാമത്തെ വാക്യം പറയുകയാണ്, യേശു അവരോട്, ഞാനാകുന്നു ജീവന്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. 28-ാമത്തെ ചിന്ത, നെവർ ഹങ്കർ നെവർ തേഴ്സ്റ്റ്. ഒരിക്കലും വിശപ്പും ദാഹവുമില്ലാത്ത ജീവിതം. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ആഴമേറിയ ഒരു ആത്മീയ വാഗ്ദാനമാണ്. യേശുക്രിസ്തു എല്ലാ ആത്മീയ ദാഹത്തെയും വിശപ്പിനെയും ഒക്കെ തൃപ്തി വരുത്തുകയാണ്. ലോകം നൽകുന്ന സന്തോഷങ്ങൾ ജലതുള്ളി പോലെ ആണ്. കുറച്ചു നേരം ദാഹം മാറ്റും, പക്ഷെ അത് വീണ്ടും ദാഹം വരും. എന്നാൽ ക്രിസ്തു നൽകുന്ന ജീവന്റെ ജലം ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ദാഹത്തെ ഒരിക്കലായി തീർക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ സമാധാനവും ആത്മീയ പൂർണ്ണതയും നിറയും. ഇനി ലോകസ്വരന് മാത്രം നടന്നൊരു അസ്ഥിരമായ മനോഭാവമില്ലാതെ ആയതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഇനി ആത്മീയ വിശ്വദാഹവുമില്ല. അവൻ തന്നെയാണ് നമ്മുടെ പൂർണ്ണതയും നിത്യസന്തോഷവും. അവനോട് ചേർന്ന് നിൽക്കുക, അവനെ തന്നെ വിശ്വസിക്കുക. നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളുടെ നിരന്തരമായ ഓട്ടത്തിന് നിയുക്തമായി നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം തന്നെയാണ് തൃപ്തിയായി മാറുന്നത്. അവനിൽ ജീവിക്കുന്നവൻ ഭൗതിക ആഗ്രഹങ്ങളുടെ നിരന്തരം ഓട്ടത്തിൽ നിന്ന് വിമുക്തനാണ്. കാരണം അവൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യം തന്നെയാണ് തൃപ്തി.
ശക്തിയായി മാറുന്നത്. 29ാമത്തെ ചിന്ത, എൻ്റെ അടുക്കൽ വരുന്നവന്. കമ്മിങ് ടു ജീസസ്, യേശുവിൻ്റെ അടുക്കൽ വരിക. നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതയും മനുഷ്യൻ്റെ ഉള്ളിലെ വിശപ്പും ശൂന്യതയും നിറയ്ക്കാൻ ലോകത്തിനൊന്നും കഴിയുകയില്ല. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ, വിഷമങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ആത്മീയ ആശങ്കകളൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തകർക്കുമ്പോൾ അവയെ ഒറ്റയ്ക്ക് വഹിക്കേണ്ടതില്ല. യേശുക്രിസ്തു നമ്മെ ക്ഷണിക്കുകയാണ്, ഭാരം ചുമക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവൻ്റെ സാന്നിധ്യത്തിലെത്തുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കും, ഹൃദയത്തിന് ആശ്വാസം ലഭിക്കും, ജീവിതത്തിൽ പുതിയ ദിശ ലഭിക്കും. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അനുഗ്രഹങ്ങൾ തേടുന്നതിനേക്കാൾ വലിയ അനുഭവമാണ്. അത് ആത്മാവിൻ്റെ പൂർണ്ണതയാണ്. നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകണ്ട, യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. യേശു നിന്നെ സമാധാനിപ്പിക്കും, യേശു നിനക്ക് സുഖം നൽകും, യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, 29 ചിന്തകളാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്, ഈ എവൻഗേലിയൻ വേദഭാഗത്തിൽ നിന്ന് കണ്ടത്. ഈ 29 ചിന്തകളും ക്രിസ്തുവിലേക്ക് അടുത്തുവരാനുള്ള ചവിട്ടുപടികളായി മാറട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.